26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. എട്ടാം ശമ്പള കമ്മീഷനിൽ അടിസ്ഥാന ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും വലിയ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്നതിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എട്ടാം ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 2027 വരെ കാത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന ശമ്പളത്തിലും മറ്റു ആനുകൂല്യങ്ങളിലും വലിയ വർധനവാണ് എട്ടാം ശമ്പള കമ്മീഷനിൽ പ്രതീക്ഷിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടെയാകും ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തുക കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കും. അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ പുതിയ ശമ്പളത്തിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഗുണന ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. 2.83 ഫിറ്റ്മെന്റ് ഫാക്ടർ വേണമെന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇത് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2.1 ഫിറ്റ്മെന്റ് ഫാക്ടറാണ് സാധ്യത കൂടുതലെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത് നടപ്പിലായാൽ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 37,800 രൂപയായി ഉയരും. ഒരു ലെവൽ 2 ജീവനക്കാരന് 19,900 രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക. ഈ ഘട്ടത്തിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.28 ആയാൽ പുതുക്കിയ അടിസ്ഥാന ശമ്പളം 45,372 രൂപയാകും. ലെവൽ 3 ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 21,700 രൂപ എന്നത് 49,476 രൂപയാവും. 25,500 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ലെവൽ 3 ജീവനക്കാരന് 58,140 രൂപയാവും ശമ്പളം. മാത്രമല്ല, ഇതിനൊപ്പം എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനും അത് നടപ്പിലാക്കാനും ഏകദേശം 20 മാസത്തെ വൈകൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക ഇനത്തിലും വലിയൊരു തുക ലഭിക്കും. 2025 നവംബറിൽ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരും കമ്മീഷന് 18 മാസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2027 മാർച്ച് ഏപ്രിൽ മാസത്തോടെയോ അല്ലെങ്കിൽ 2027 മെയ് മാസത്തിന് ശേഷമോ പുതിയ ശമ്പള ഘടന നിലവിൽ വന്നേക്കാം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.